നമ്മൾ നേരെ പോകുന്നത് ബ്രുസൽസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആയിട്ടുള്ള ഗ്രാൻഡ് പ്ലേസിലേക്കാണ്. ഈ ഗ്രാൻഡ് പ്ലേസിലേക്ക് പോകുന്ന ആ സ്ട്രീറ്റ് തന്നെ എന്ത് തിരക്കാണെന്നറിയോ? പിന്നെ അവിടെ ഇവിടെ ഇങ്ങനെ വായി നോക്കി നടന്ന് വേഫിൾ തപ്പണം, ഫ്രൈസ് തപ്പണം. ബ്രുസൽസ് വന്നിട്ട് ഇതൊക്കെ കഴിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര മോശമല്ലേ? അങ്ങനെ ഓൾറെഡി യൂട്യൂബിൽ ഓരോ ഇൻഫ്ലുവൻസേഴ്സൊക്കെ കണ്ടു വച്ചേക്കുന്ന, പറഞ്ഞു വച്ചേക്കുന്ന എല്ലാ ഷോപ്സും ഇങ്ങനെ നോക്കി പഠിച്ച് വെച്ചിട്ടാട്ടോ പോയത്. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഫ്രൈസിന് ഫേമസ് ഷോപ്പായിട്ടുള്ള ഫ്രിട്ടറി ടിബോറ അങ്ങനെ ഒരു ഫ്രൈസിൻ്റെ ഷോപ്പ് കണ്ടു. എന്ത് ക്യൂ ആണെന്നറിയോ? അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ശരി, ഇപ്പം എന്തായാലും കഴിക്കണ്ട, പോയി ആദ്യം ഗ്രാൻഡ് പ്ലേസ് കണ്ട്, കാരണം മഴ പറയുന്നുണ്ടായിരുന്നു വെതർ നോക്കിയപ്പോഴത്തേക്ക്. അതെല്ലാം കണ്ട് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഫ്രൈസ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും ഗ്രാൻഡ് പ്ലേസിലേക്ക് നടന്നു തുടങ്ങി. അങ്ങനെ നടന്ന് ഗ്രാൻഡ് പ്ലേസ് എത്തി. ഇത് ആക്ച്വലി ഞാൻ കണ്ടത് നമ്മുടെ സഞ്ചാരം സഫാരിയില്ലേ, അതിലാണ് ആദ്യം കണ്ടത്. അപ്പോൾ അതിലിങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തതെന്ന്. എനിക്ക് ആക്ച്വലി പൊതുവേ ഈ ബിൽഡിങ്സ് ഒന്നും വലിയ താല്പര്യമില്ല, മ്യൂസിയംസ് ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കാണാൻ. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ, ഇത്തവണ എന്തായാലും ഇതിനെപ്പറ്റി പഠിച്ചിട്ട് പോകണം. വെറുതെ അവിടെ പോയി നിന്ന് വായി നോക്കി നിന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല. എല്ലാത്തിനും പിന്നിലൊരു കഥ ഉണ്ടാവില്ലേ? അത് എനിക്കിങ്ങനെ വെറുതെ എന്തെങ്കിലും പോയി ഇത് ആ ഒരു കാലത്ത് പണിതു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നതിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും കണ്ടൊരു സംഭവമാണ്. ഇതാണ് ടൗൺ ഹാൾ. ഈ ടൗൺ ഹാളിൻ്റെ ഏകദേശം 315 അടി ഉയരത്തിൽ ഒരു സെയിൻറ്റിനെ വെച്ചിട്ടുണ്ട്, പേട്രൺ സെയിൻറ്റ് ഓഫ് ബ്രുസൽസ്. അപ്പോൾ ആ സെയിൻറ്റ് മൈക്കിൾ ഒരു ഡ്രാഗണിനെ കൊല്ലുന്ന തരത്തിലുള്ള ഒരു രൂപമാണ് അവിടെ വെച്ചേക്കുന്നത്. അതുമല്ല, ഇതിന് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വിങ്സ് ഉണ്ട് ഈ ഒരു ടൗൺ ഹാളിന്. അപ്പോൾ ഈ ആർക്കിടെക്റ്റ് പണിത് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ആ 2 വിങ്സും ഐഡൻറ്റിക്കലല്ല. നമുക്ക് കാണുമ്പോൾ തോന്നുമ്പോൾ അത് ഐഡൻറ്റിക്കലാണെന്നൊക്കെ, പക്ഷേ ആക്ച്വലി അല്ല. അങ്ങനെ പുള്ളി ഇതിൻ്റെ മേളിൽ നിന്ന് ചാടി മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴത്തേക്കും തന്നെ ഇതാ ഒരു കല്യാണമൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അവരേക്ക് ഇങ്ങനെ നോക്കി, അവരിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതും ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നതും അങ്ങനെ ഇങ്ങനെ കുറേ നേരം അവരെ തന്നെ നോക്കി നിന്നു. ഇതെല്ലാം പോരാഞ്ഞിട്ട് പിന്നെയുള്ളത് കുറേ ഗിൽഡ് ഹൗസും പിന്നെ കിങ്സ് ഹൗസും ആണ്. അതെന്ന് പറയുന്നത് ഈ കിങ്സ് ഹൗസിൽ നമുക്കിങ്ങനെ കാണാം കുറേ ഫെക്കേഡ്സ് വെച്ചിട്ടുണ്ടാവും, പല ഡച്ചസ് അവരുടെയൊക്കെ രൂപം വെച്ചിട്ട്. പിന്നെ ഈ ഗിൽഡ് ഹൗസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ പലതരത്തിലുള്ള, ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാർക്കറ്റ് ഏരിയ എന്ന രീതിയിലാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ബ്രെഡ് മേക്കേഴ്സ്, പേസ്ട്രി മേക്കേഴ്സ്, അങ്ങനെ കുറേ ഒരു നേഷൻസ്, ഒരു അസോസിയേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ളവരുടെ കുറേ ഹാൾസാണ് ഗിൽഡ് ഹാൾസ്. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ നമുക്ക് നിൽക്കാം. കൂടുതലും ഇതൊരു ചരിത്രപരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നടക്കുന്ന ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഫ്ലവർ കാർപ്പറ്റ് ഉണ്ടാവും. എന്തായാലും അതൊന്നും കാണാൻ പറ്റാതെ ഞങ്ങൾ അടുത്ത് പോയത് ഫ്രൈസ് കഴിക്കാനാണ്. നേരത്തെ പറഞ്ഞ ഫ്രിട്ടറി ടിബോറയിൽ, പക്ഷേ ആ പേര് കറക്റ്റായിട്ട് ഓർമ്മ വന്നില്ല. അപ്പോൾ ഒരു അബദ്ധം പറ്റി, ലാ ഫ്രിട്ടറിയിലാണ് കയറിയത്. ഈ ഫ്രിട്ടറി ടിബോറയുടെ ഹൈപ്പൊക്കെ വെച്ച് കട മാറിയെന്ന് പോലും അറിയാണ്ട് ഞങ്ങൾ കയറി ഇവിടുന്ന് ഫ്രൈസ് ഓർഡർ ചെയ്തു. ബെൽജിയം പേര് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എന്നാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രൈസ് കണ്ടുപിടിച്ചത് ബെൽജിയംകാരാണ്. അപ്പോൾ ഇവിടുത്തെ ഫ്രൈസ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞ് കഴിച്ചത് ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടമായില്ല. ഒരു ടേസ്റ്റും തോന്നിയില്ല. ഇതിനേക്കാൾ നമ്മുടെ KFCയിൽ നാട്ടിൽ കിട്ടുന്ന ഫ്രൈസ് അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങളുടെ അബദ്ധമാണ്. ലാ ഫ്രിട്ടറിയിൽ കയറിയോണ്ടായിരിക്കും ഫ്രിട്ടറി ടിബോറയിലെ ഫ്രൈസ് എങ്ങനെയാണെന്ന് അറിയില്ല. അത് പിന്നെ കയറാനും പറ്റില്ല, കാരണം ഞങ്ങളിത് റിയലൈസ് ചെയ്തത് രാത്രിയാണ്. എന്തായാലും അവിടെ നിന്നപ്പോൾ തന്നെ ഇങ്ങനെ സ്റ്റാച്ചു പോലെ നിന്നിട്ട് ആൾക്കാരെ പെട്ടെന്ന് പേടിപ്പിക്കുന്ന ഒരു സംഭവം കണ്ടു. എന്തായാലും നൈസായിരുന്നു. എന്തായാലും ഫ്രൈസൊക്കെ കഴിച്ചത് വന്ന് കഴിഞ്ഞ് അടുത്ത് തന്നെ പോയത് വേഫിൾ കഴിക്കാനാണ്. വേഫിൾ, അയ്യോ, അത് പറയാൻ ഒരു വാക്കുകളുമില്ല. എന്ത് ടേസ്റ്റായിരുന്നു അറിയാമോ? പലതരത്തിലുള്ള വേഫിളുണ്ട്. ഞാനെന്തായാലും ചോക്ലേറ്റും ഐസ്ക്രീമും വെച്ചിട്ടുള്ള അടിപൊളി വേഫിളാണ് ട്രൈ ചെയ്തത്. മൈസൺ ഡാൻഡോയി എന്ന് പറഞ്ഞിട്ട് ഫേമസ് വേഫിൾ ഷോപ്പ് ബ്രുസൽസിലെ. അത് കറക്റ്റായിട്ട് തന്നെ കയറി, ഷോപ്പ് തെറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പറയുമ്പോൾ കൂടി അതിൻ്റെ ആ ഒരു വായിൽ വെള്ളം വരിക, അത്ര ടേസ്റ്റായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്ത് കഴിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് ബ്രുസൽസിൽ ഈ വേഫിളാണ്. ഫ്രൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതങ്ങനെ അങ്ങോട്ട് പോയി.
ഫ്രൈസ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ലേശം മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്ത് ഞങ്ങൾ പോകുന്നത് മാനക്കൻ പീസ് എന്ന് പറയുന്നത് ഈ മൂത്രമൊഴിച്ച് നിൽക്കണ ഈ ചെക്കൻ. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പിന്നിൽ കുറേ കഥകളുണ്ട്. ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, പണ്ട് ബ്രസൽസിൽ വാർ ഉണ്ടായിരുന്നപ്പോൾ എനിമീസ് ഫയർ ഗൺ പൗഡർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ കീഴടങ്ങിയെന്നും പറഞ്ഞ് വന്നാണ് മുന്നിൽ നിന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഈ കുട്ടി കണ്ടു, ജൂലിയാനെന്ന് പറഞ്ഞ കുട്ടി കണ്ടു. അത് മൂത്രം ഒഴിച്ച് ആ ഒരു ഇത് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വച്ചേക്കുന്നതാണ്. ചിലർ പറയുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ തിരികെ കിട്ടി സന്തോഷത്തിൽ ഒരു ഫാദർ വെച്ചതാണെന്നും ഒരു മദർ വെച്ചതാണെന്നും, പിന്നെ വിച്ചിൻ്റെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കുഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേറൊരാളുണ്ടാക്കി വെച്ചൊരു പ്രതിമയാണെന്നും, അങ്ങനെ കുറേ കഥകളുണ്ട് ഈ മാനിക്കൻ പിസ്സിന്. പക്ഷേ ഈ പിസ്സ് മാത്രമല്ലാണ്ട് പിന്നെയുണ്ട് ഈ മൂത്രമൊഴിച്ച് നിൽക്കുന്ന ഒരു പട്ടി, പിന്നെ അതുമല്ല മൂത്രമൊഴിച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എല്ലാവർക്കും ഒന്നും അറിയേണ്ട കാര്യമല്ല. കാരണം എല്ലാവരും കണ്ടിട്ട് പോകുന്നത് ഈ മാനിക്കൻ പിസ്സിനെ മാത്രമാണ്. ജീനക്കൻ പിസ്സും സേനക്കൻ പിസ്സിനും അങ്ങനത്തെ കുറേ ഈ 2 പിസ്സിനെ ഒന്നും ആരും കാണാൻ നിൽക്കാറില്ല. എന്തായാലും അത് കഴിഞ്ഞ് അടുത്ത് ഞങ്ങൾ ഒരു മാഗ്നറ്റൊക്കെ തപ്പി നേരെ പോയത് ഗാലറി റോയൽ സെയിൻറ്റ് ഹ്യൂബർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിംഗ് ആർക്കേഡിലാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ 3 ടൈപ്പ് ഗാലറി ഉണ്ട്: കിങ്സ് ഗാലറി, ക്വീൻസ് ഗാലറി, പ്രിൻസ് ഗാലറി. അപ്പോൾ ഈ 3 ഗാലറിയിലും ഭയങ്കര ലക്ഷറി ഐറ്റംസാണ്. കിങ്സ് ഗാലറിയിൽ മെയിനായിട്ടൊരു തിയേറ്ററാണ്. പക്ഷേ ഈ ക്വീൻസ് ഗാലറി എന്ന് പറയുന്നത് ലക്ഷറി ഷോപ്സാണ്. ബാഗ്സ്, നമ്മുടെ ചോക്ലേറ്റ്സ്, ബെൽജിയം ചോക്ലേറ്റ്സ്, പിന്നെ ആർട്ട് ഗാലറീസ്, അങ്ങനെ കുറേയുള്ള സംഭവമാണ്. ഇവിടെ നമുക്ക് മൈസൺ ലാൻഡോയി കാണാം, ആ വേഫിൾ ഷോപ്പ്. എന്തായാലും അവിടെ ഒന്നും മേടിക്കാൻ പറ്റില്ല. ആക്ച്വലി ഭയങ്കര റേറ്റാണ് ഈ സംഭവങ്ങൾക്കെല്ലാം. അപ്പോൾ ഇങ്ങനെ പുറത്ത് നിന്ന് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് അവിടെ കൂടെ ഒരു വാക്കൊക്കെ നടത്തി ബെൽജിയം ചോക്ലേറ്റ്. ശരിക്കും പറഞ്ഞാൽ ബെൽജിയം ചോക്ലേറ്റ് ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചില്ല. എന്തായാലും അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ കിടന്ന് കറങ്ങി. അടുത്ത് ഞങ്ങൾ പോയത് ഈ ബ്രസൽസ് കത്തീഡ്രലാണ്. ഏകദേശം 300 വർഷത്തോളം എടുത്ത് പണിത ഒരു കത്തീഡ്രലാണിത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ കുറേ തൂണുകൾ കാണാം. ആ തൂണിലൊക്കെ ഓരോ മനുഷ്യരെയും കാണാം. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞത് ഈശോയുടെ 12 ശിഷ്യന്മാരെയാണ്. ഓരോരുത്തരുടെയും താഴെ ഏത് ശിഷ്യനെയാണോ ഉദ്ദേശിച്ചേക്കുന്നത് അവരുടെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ കുറേ നേരം ഇരുന്നു, പ്രാർത്ഥിച്ചും പിന്നെ അവിടെയൊക്കെ നോക്കിയും എല്ലാം ഇരുന്ന് തന്നെ സമയം കുറേ പോയി. അപ്പോഴാണ് ഈ ഓർഗൻ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നൊരു പോർഷനില്ലേ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനാണ്. നിങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാനൊരു സ്പേസ് ഉണ്ട്, അവിടെ വന്നിരുന്ന് ആ ഒരു ഓർഗൻ വായിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ഞങ്ങൾ പോയില്ല. പിന്നെ കണ്ടത് ഈ ഒരു പ്രസംഗിക്കാൻ, പള്ളിയിൽ അച്ഛന്മാർ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഈ മിഡിൽ പോർഷനിലാകുമ്പോഴത്തേക്കും പുറകിലുള്ളവർക്കും ബാക്കിലുള്ളവർക്കൊക്കെ കേൾക്കാൻ പറ്റും. അങ്ങനത്തെ രീതിയിലൊരു പണിത സംഭവമാണ്. ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ പാളയം പള്ളിയിലാണ്, ട്രിവാൻഡ്രത്തുള്ള. എന്തായാലും അതെല്ലാം കണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് അവിടെ മെഴുകുതിരി കത്തിക്കാനുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ വെട്ടുകാട് പള്ളിയിലൊക്കെ പോകുമ്പോൾ 10 രൂപ കൊടുത്ത് മെഴുകുതിരിയും മേടിച്ച് അവിടെ പോയി കത്തിക്കും. അപ്പോൾ അവിടെ മേടിക്കാനോ വിൽക്കാനോ ആയിട്ട് ഇങ്ങനെ ആരും നിൽക്കുന്നുണ്ടാവില്ല. അതിന് പകരം അവിടെ ഇങ്ങനെ ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. അതായത് അവിടെ കുറച്ച് മെഴുകുതിരി വെച്ചിട്ടുണ്ടാവും, അവിടെ ഒരു കാണിക്ക സഞ്ചി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മളൊരു €1 ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഒരു മെഴുകുതിരി എടുത്ത് കത്തിക്കാം അവിടെ നിന്ന്. അതാണ് ഞങ്ങൾ ലാസ്റ്റ് വിസിറ്റ് ചെയ്ത പ്ലേസ്. അത് കഴിഞ്ഞതാ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരികെ പോകാനുള്ള ഫ്ലെക്സ് ബസ് കയറി. ഇതും ഇന്നലെ വന്നതുപോലെ തന്നെ ഇങ്ങോട്ട് കയറി കണ്ണ് തുറന്ന് എണീറ്റപ്പോൾ ബ്രസൽസ് എത്തിയതുപോലെ കയറി കണ്ണ് തുറന്ന് എണീറ്റപ്പോഴത്തേക്കും ഫ്രാങ്ക്ഫർട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഒരു ബ്രസൽസ് ട്രാവൽ വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.